ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് കുറച്ച് കമ്മിറ്റികളെ കുറിച്ചിട്ടാണ്. ഒന്ന് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി, CSR കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്. CSR കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? CSR കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഇന്ത്യയിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നടപ്പിലാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള കമ്മിറ്റികളാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി. ആസ് എ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, എവറി കമ്പനി ഹാസ് ടു കോൺട്രിബ്യൂട്ട് ഫോർ ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കമ്പനി എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ സൊസൈറ്റിയുടെ റിസോഴ്സസ് ഉപയോഗിക്കുന്ന ഏതൊരു കമ്പനിക്കും നിർബന്ധമായിട്ടും സൊസൈറ്റിയുടെ നമ്മളിപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ഭാഗത്തെക്കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി മീൻസ് എവറി ഫേം ഹാസ് ടു മെയിൻറ്റെയിൻ സർട്ടൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഫേം എന്നുള്ളത് യൂട്ടിലൈസ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ റിസോഴ്സസ് ആയത് കാരണം സൊസൈറ്റി റിസോഴ്സ് ആയിട്ടുള്ള ലാൻഡ്, വാട്ടർ, അതുപോലെ തന്നെയുള്ള ഹ്യൂമൻ റിസോഴ്സസ്, ഇത്തരത്തിലുള്ള റിസോഴ്സസ് ഉപയോഗിക്കുന്ന ഏതൊരു ഫേമും നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പാലിക്കപ്പെടണമെന്നത് നിർബന്ധമാണ്. സോ CSR referring to way that businesses are managed to bring about an overall positive impact on the communities, cultures, societies and environment in which they operate. ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയുടെയും കൾച്ചറിൻ്റെയും സൊസൈറ്റിയുടെയും എല്ലാ തരത്തിലുള്ള ഇമ്പാക്റ്റുകളും അല്ലെങ്കിൽ പോസിറ്റീവ് ഇമ്പാക്റ്റുകളും മാനേജ് ചെയ്യുക എന്നുള്ളത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. സോ എവറി ബിസിനസ് ഹാസ് ടു ഫോളോ ദ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഡേ ടു ഡേ ഓപ്പറേഷൻ. ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കമ്പനീസ് ഹാവ് സ്പെഷ്യലൈസ്ഡ് CSR ടീംസ് ദാറ്റ് ഫോർമുലേറ്റ് പോളിസീസ്, സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദെയർ CSR പ്രോഗ്രാംസ് ആൻഡ് സെറ്റ് അസൈഡ് ബഡ്ജറ്റ്സ് ടു ഫണ്ട് ദം. അപ്പോൾ ഏതൊരു കമ്പനിക്കും നിർബന്ധമായിട്ടും ചില CSR ടീമുകളുണ്ടാവും. ആ CSR ടീമുകളാണ് അതിൻ്റെ പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യുന്നതും സ്ട്രാറ്റജികളും ഗോളുകളും നടപ്പിലാക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ട് CSR പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുകയും അപ്പോൾ അതിന് വേണ്ട ബഡ്ജറ്റുകൾ തീരുമാനിക്കപ്പെടുകയും ചെയ്യുന്നത്. ദീസ് പ്രോഗ്രാംസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് പ്രോഗ്രാംസ് ആർ ഓഫൺ ഡിറ്റർമിൻഡ് ബൈ സോഷ്യൽ ഫിലോസഫി വിച്ച് ഹാവ് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആർ വെൽ ഡിഫൈൻഡ് ആൻഡ് ആർ അലൈൻഡ് വിത്ത് ദ മെയിൻ സ്ട്രീം ഓഫ് ബിസിനസ്. ഈ പ്രോഗ്രാംസിന് സ്വാഭാവികമായിട്ടും സോഷ്യൽ ഫിലോസഫി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ക്ലിയർ കട്ടായിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളും ഉണ്ട്. അപ്പോൾ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മാൻഡേറ്ററി പ്രൊവിഷൻസ് എന്ന് നമുക്ക് നോക്കാം. 2013 കമ്പനീസ് ആക്ട് പ്രകാരം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള മാൻഡേറ്ററി പ്രൊവിഷൻസ് ആണ് പറയുന്നത്. CSR കമ്മിറ്റി പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. അതിലൊന്ന് പറയുന്നത് കമ്പനീസ് ഹാവിംഗ് നെറ്റ്വർത്ത് ഓഫ് ₹500 crore ഓർ മോർ, 500 കോടിയോ അതിൽ കൂടുതലോ നെറ്റ്വർത്തുള്ള കമ്പനികൾ നിർബന്ധമായിട്ടും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പാലിക്കപ്പെടണം. കമ്പനീസ് ഹാവിംഗ് ടേൺ ഓവർ ഓഫ് ₹1000 crore ഓർ മോർ, 1000 കോടിയിൽ കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനീസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പാലിക്കപ്പെടണം. കമ്പനീസ് ഹാവിംഗ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹5 crore ഓർ മോർ, 5 കോടിയോ അതിൽ കൂടുതലോ നെറ്റ് പ്രോഫിറ്റുള്ള കമ്പനികളും CSR ഫോളോ ചെയ്യണം. ദ ഫോളോയിങ് കമ്പനീസ് ഷാൾ ഡെവലപ്പ് എ CSR കമ്മിറ്റി ഓഫ് ദ ബോർഡ്. ബോർഡിൻ്റെ ഒരു CSR കമ്മിറ്റി എന്നുള്ള ബോർഡിലെ ഒരു CSR കമ്മിറ്റി എന്നുള്ള ഫോളോ ചെയ്യണം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3 or more ഡയറക്ടേഴ്സ്. CSR കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും 3 അതിൽ കൂടുതലോ ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. അതിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ CSR കമ്മിറ്റി, CSR കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ബോർഡ് ഷാൾ അപ്രൂവ് ദ CSR പോളിസി ഫോർ ദ കമ്പനി. കമ്പനിയുടെ CSR പോളിസി അപ്രൂവ് ചെയ്യുകയും ചെയ്യണം. ദ കണ്ടൻസ് ഓഫ് ദ പോളിസി ഷാൾ ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബോർഡ്സ് റിപ്പോർട്ട്. പോളിസിയുടെ കണ്ടൻസ് എന്നുള്ള ബോർഡിൻ്റെ റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യുകയും ഇറ്റ് ഷാൾ ആൾസോ ബി പ്ലേസ്ഡ് ഓൺ ദ കമ്പനീസ് വെബ്സൈറ്റ്. കമ്പനിയുടെ വെബ്സൈറ്റിൽ ഇത് പ്ലേസ് ചെയ്യുകയും ചെയ്യണം. ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രിസ്ക്രൈബ്ഡ് റൂൾ പ്രകാരം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ CSR കമ്മിറ്റി. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും ഫേമുകൾ ഫോളോ ചെയ്യേണ്ട ഒരു സിസ്റ്റമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാ ഫേമുകളും യൂട്ടിലൈസ് ചെയ്യുന്നത് സൊസൈറ്റിയുടെ റിസോഴ്സസ് ആയതുകൊണ്ട് തന്നെ ഈ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്യുന്ന ഫേമുകളെല്ലാം സൊസൈറ്റിയോടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫോർമുലേറ്റ് ദ പോളിസീസ്, സ്ട്രാറ്റജീസ് ആൻഡ് ഗോൾസ് ഫോർ ദെയർ CSR പ്രോഗ്രാംസ്. CSR പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമുള്ള പ്ലാനുകൾ, പോളിസികൾ, സ്ട്രാറ്റജീസ്, ഗോളുകൾ ഇതെല്ലാം ഫോർമുലേറ്റ് ചെയ്യുകയും അതിന് വേണ്ട ബഡ്ജറ്റുകൾ രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ സ്പെഷ്യൽ പ്രൊവിഷൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ ഏതൊരു ഫിനാൻഷ്യൽ ഇയറിലും ഫോളോയിങ് ക്ലാസ് ഓഫ് കമ്പനീസ് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ചില
റൂൾസുകളാണ് പറയുന്നത്. കമ്പനീസ് ഹാവിംഗ് നെറ്റ്വർത്ത് ഓഫ് ₹500 crore ഓർ മോർ, 500 കോടിയിൽ കൂടുതൽ നെറ്റ്വർത്തുള്ള കമ്പനികൾ നിർബന്ധമായിട്ടും CSR കമ്മിറ്റി ഫോളോ ചെയ്യണം. 500 കോടിയിൽ കൂടുതൽ നെറ്റ്വർത്ത് ഉള്ളത്, അതുപോലെ തന്നെ 1000 കോടിയിൽ കൂടുതൽ ടേൺ ഓവറുള്ള കമ്പനികൾ, പിന്നെ അതുപോലെ തന്നെ 5 കോടിയിൽ കൂടുതൽ നെറ്റ് പ്രോഫിറ്റ് ഉള്ള കമ്പനികളും CSR കമ്മിറ്റി ഫോം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി എന്നുള്ളത് ബോർഡാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിൽ CSR കമ്മിറ്റിയിൽ പ്രധാനമായിട്ടും 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതിൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 1 ഡയറക്ടർ എന്തായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. അതുപോലെ തന്നെ കമ്പനിയുടെ CSR പോളിസി എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുകയും അപ്രൂവ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ കണ്ടൻസ് ഓഫ് ദ പോളിസി എന്നുള്ളത് ബോർഡിൽ റിപ്പോർട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്പെഷ്യൽ പ്രിസ്ക്രിപ്ഷൻ മുഖാന്തരം കമ്പനിയുടെ വെബ്സൈറ്റിൽ CSR ഫോളോ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ CSR കമ്മിറ്റി എന്നുള്ളത് നിർബന്ധമായിട്ടും എത്ര വ്യക്തികൾ CSR കമ്മിറ്റിയിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളെല്ലാം അതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യണം. ഇനി ഇത് കൂടാതെ മറ്റ് ബോർഡ് കമ്മിറ്റികളെ കൂടി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പറയുന്നതാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി. എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി എന്ന് നോക്കാം. Corporate Governance Committee is responsible for considering and making recommendations to the board concerning the appropriate size, functions and needs of the board. ബോർഡിൻ്റെ നീഡുകൾ, ഫങ്ഷൻസ്, അപ്രോപ്രിയേറ്റ് സൈസ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും അതിന് വേണ്ടിയുള്ള കൺസിഡറേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്ന കമ്മിറ്റിയാണ് കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി എന്ന് പറയുന്നത്. The Corporate Governance Committee may at its discretion engage director search firms and has the sole authority to approve the fees and other retention terms with respect to any such firms. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സെർച്ച് ഫേംസിന് വേണ്ടിയിട്ട്, അതായത് ഫേംസിന് വേണ്ടിയിട്ട് ഡയറക്ടേഴ്സ് സെർച്ച് ചെയ്യുക, അതുപോലെ തന്നെ സോൾ അതോറിറ്റി ടു അപ്രൂവ് ദ ഫീസ് അപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ അതർ റിട്ടൻഷൻ ടേംസുകളെ അനാലിസിസ് ചെയ്യുക. കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി ഹാസ് ദ അതോറിറ്റി ആസ് നെസസറി ആൻഡ് അപ്രോപ്രിയേറ്റ് ടു കൺസൾട്ട് വിത്ത് അതർ ഔട്ട്സൈഡ് അഡ്വൈസേഴ്സ് ടു അസിസ്റ്റ് ഇൻ ഇറ്റ്സ് ഡ്യൂട്ടീസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട് അവരെ അസിസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള അഡ്വൈസേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നുള്ളതും കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റിയുടെ ഒരു അതോറിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺസിഡറിങ് ആൻഡ് മേക്കിംഗ് റെക്കമെൻഡേഷൻസ് ടു ദ ബോർഡ്. ബോർഡിന് റെക്കമെൻഡേഷൻസ് മേക്ക് ചെയ്യാനും കൺസിഡർ ചെയ്യാനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള കമ്മിറ്റിയാണ്. കൺസേണിങ് എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? അപ്രോപ്രിയേറ്റ് സൈസ്, ഫങ്ഷൻസ് ആൻഡ് നീഡ്സ് ഓഫ് ദ ബോർഡ്. ബോർഡിൻ്റെ അപ്രോപ്രിയേറ്റ് നീഡുകൾ, ഫങ്ഷൻസ്, സൈസ് എന്നിവയുമായി ബന്ധപ്പെട്ടിട്ട്. നെക്സ്റ്റ് സയൻസ്, ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അതിൻ്റെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, മോണിറ്റേഴ്സ് ആൻഡ് റിവ്യൂസ് ദ ഓവറാൾ സ്ട്രാറ്റജി, ഡയറക്ഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, അതിൻ്റെ എഫക്റ്റീവ്നെസ്, ഡയറക്ഷൻ, ഓവറാൾ സ്ട്രാറ്റജി എന്നിവ റിവ്യൂ ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യാം. കമ്പനിയുടെ ഓവറാൾ സ്ട്രാറ്റജി, അതിൻ്റെ ഡയറക്ഷൻ, എഫക്റ്റീവ്നെസ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നിവ മോണിറ്റർ ചെയ്യുക, റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. Monitors and reviews the overall strategy, direction and effectiveness of the company's research and development. രണ്ടാമത്തേത് serves as a resource and provides input as needed regarding the scientific and technological aspects of product safety matters. അതായത് റിസോഴ്സായിട്ട്, അതുപോലെ തന്നെ റിസോഴ്സായിട്ട് സെർവ് ചെയ്യുക, ഇൻപുട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക, ആസ് നീഡഡ് റിഗാർഡിംഗ് ദ സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് പ്രൊഡക്റ്റ് സേഫ്റ്റി മാറ്റേഴ്സ്. പ്രൊഡക്റ്റിൻ്റെ സേഫ്റ്റി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സുകളും ഇൻപുട്ടുകളും പ്രൊവൈഡ് ചെയ്യുകയും സെർവ് ചെയ്യുകയും ചെയ്യുക. മൂന്നാമത്തേത് റിവ്യൂസ് കമ്പനീസ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് പ്രാക്ടീസസ് ഓൺ എൻവയോൺമെൻറ്റ്, ഹെൽത്ത്, സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി. കമ്പനിയുടെ പോളിസികൾ, പ്രോഗ്രാമുകൾ, എൻവയോൺമെൻറ്റൽ പ്രാക്ടീസുകൾ, അതുപോലെ തന്നെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ, സേഫ്റ്റി ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്നിവ റിവ്യൂ ചെയ്യുക. ഇതും സയൻസ്, ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ സയൻസ്, ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആയിട്ട് പറയുന്നത് എന്തൊക്കെയാണ്? മോണിറ്റേഴ്സ് ആൻഡ് റിവ്യൂസ് ദ ഓവറാൾ സ്ട്രാറ്റജി, ഡയറക്ഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. Serves as a resource and provides input as needed regarding the scientific and technological aspects of product safety matters. Reviews companies' policies, programs and practices on environment, health, safety and sustainability. Next, Regulatory Compliance and Government Affairs Committee. എന്താണ് നോക്കാം. ഫസ്റ്റ് വൺ, അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആയിട്ട് പറയുന്നത് നോൺ എംപ്ലോയി ഡയറക്ടേഴ്സും അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും ഒക്കെയാണ് പ്രധാനമായിട്ട് ഇതിൽ വരുന്നത്. ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള, സ്റ്റാൻഡേർഡ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടുള്ള
ഒരു കമ്മിറ്റിയാണ് റെഗുലേറ്ററി കംപ്ലയൻസ് ആൻഡ് ഗവൺമെൻറ് അഫയേഴ്സ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഓവർസീസ് കമ്പനീസ് നോൺ ഫിനാൻഷ്യൽ കംപ്ലയൻസ് പ്രോഗ്രാംസ് ആൻഡ് സീസ് വിത്ത് റെസ്പെക്ട് ടു ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്. കമ്പനിയുടെ നോൺ ഫിനാൻഷ്യൽ കംപ്ലയൻസ് പ്രോഗ്രാംസുകൾ ഓവർസീ ചെയ്യുക, അതുപോലെ തന്നെ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റുകൾ അനാലിസിസ് ചെയ്യുക. രണ്ടാമത്തത് ഓവർസീസ് കംപ്ലയൻസ് വിത്ത് എനി ഓൺഗോയിങ് കോർപ്പറേറ്റ് ഇൻറ്റഗ്രിറ്റി എഗ്രിമെൻറ്റ്സ് ഓർ എനി അതർ സിമിലർ അണ്ടർടേക്കിങ്സ് ബൈ ദ കമ്പനി വിത്ത് ഗവൺമെൻറ് ഏജൻസി. കമ്പനിക്ക് ഗവൺമെൻറ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോർപ്പറേറ്റ് ഇൻറ്റഗ്രിറ്റി എഗ്രിമെൻറ്റുകളെ അനലൈസ് ചെയ്യുക. അത്തരത്തിലുള്ള അണ്ടർടേക്കിങ്സ് ഉണ്ടെങ്കിൽ അതിനെ ഓവർസീ ചെയ്യുക. നെക്സ്റ്റ് റിവ്യൂസ് ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് ഹെൽത്ത് കെയർ കംപ്ലയൻസ് ആൻഡ് എത്തിക്സ് ആൻഡ് ക്വാളിറ്റി കംപ്ലയൻസ് പ്രോഗ്രാംസ്. കമ്പനിയുടെ ക്വാളിറ്റി കംപ്ലയൻസ് പ്രോഗ്രാംസ്, എത്തിക്സ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, ഹെൽത്ത് കെയർ കംപ്ലയൻസ്, അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് എന്നിവയെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുക. ഓർഗനൈസേഷൻ്റെ പൊതുവായ പ്രവർത്തനങ്ങളെ റിവ്യൂ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അപ്പോൾ റിവ്യൂസ് ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് ഹെൽത്ത് കെയർ കംപ്ലയൻസ്. കമ്പനിയുടെ ഹെൽത്ത് കെയർ കംപ്ലയൻസ് റിവ്യൂ ചെയ്യുക, അതുപോലെ തന്നെ അനാലിസിസ് ചെയ്യുക, എഫക്റ്റീവ്നെസ് അനലൈസ് ചെയ്യുക. എത്തിക്സ് ആൻഡ് ക്വാളിറ്റി കംപ്ലയൻസ് പ്രോഗ്രാംസ് അനലൈസ് ചെയ്യുക. കമ്പനിയുടെ എത്തിക്സ് ആൻഡ് ക്വാളിറ്റി കംപ്ലയൻസ് പ്രോഗ്രാംസ്, ഹെൽത്ത് കെയർ കംപ്ലയൻസ്, അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് പ്രോഗ്രാംസ്, ഓർഗനൈസേഷൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ റിവ്യൂ ചെയ്യുക എന്നുള്ളതും റെഗുലേറ്ററി കംപ്ലയൻസ് ആൻഡ് ഗവൺമെൻറ് അഫയേഴ്സ് കമ്മിറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന് ഓവർസീസ് കമ്പനീസ് നോൺ ഫിനാൻഷ്യൽ കംപ്ലയൻസ് പ്രോഗ്രാംസ്. കമ്പനിയുടെ നോൺ ഫിനാൻഷ്യൽ കംപ്ലയൻസ് പ്രോഗ്രാംസ് ഓവർസീ ചെയ്യുക. ആൻഡ് സിസ്റ്റംസ് വിത്ത് റെസ്പെക്ട് ടു ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. oversees the compliance with any ongoing corporate integrity agreements or any other similar undertakings by the company with the government agency. ഗവൺമെൻറ് ഏജൻസിയുമായിട്ട് കമ്പനിയുടെ കോൺട്രാക്റ്റുകൾ, ഇൻറ്റഗ്രിറ്റി എഗ്രിമെൻറ്റുകൾ എന്നിവ ഓവർസീ ചെയ്യുക. റിവ്യൂസ് ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് ഹെൽത്ത് കെയർ കംപ്ലയൻസ് ആൻഡ് എത്തിക്സ് ആൻഡ് ക്വാളിറ്റി കംപ്ലയൻസ് പ്രോഗ്രാംസ്. കമ്പനിയുടെ ക്വാളിറ്റി കംപ്ലയൻസ് പ്രോഗ്രാംസ്, എത്തിക്സ്, അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് എന്നിവയുടെ എഫക്റ്റീവ്നെസ് അനാലിസിസ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ഓർഗനൈസേഷൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതും ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് ആണ്. റിവ്യൂസ് ദ ഓർഗനൈസേഷൻസ് ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് എഫക്റ്റീവ്നെസ് ഓഫ് ദ കമ്പനീസ് ഹെൽത്ത് കെയർ കംപ്ലയൻസ് ആൻഡ് എത്തിക്സ് ആൻഡ് ക്വാളിറ്റി കംപ്ലയൻസ് പ്രോഗ്രാംസ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് റിസ്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. എന്താണ് റിസ്ക് കമ്മിറ്റി എന്ന് നോക്കാം. റിസ്ക് കമ്മിറ്റിയിൽ പറയുന്നത് കമ്പനി ഷാൾ ലേ ഡൗൺ പ്രൊസീജിയേഴ്സ് ടു ഇൻഫോം ബോർഡ് മെമ്പേഴ്സ് അബൌട്ട് ദ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് മിനിമൈസേഷൻ പ്രൊസീജിയേഴ്സ്. റിസ്ക് കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ബോർഡ് മെമ്പേഴ്സുമായിട്ട് കമ്പനിയുടെ റിസ്ക് അസസ് ചെയ്യുകയും അതുപോലെ തന്നെ പ്രൊസീജിയറുകൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിസ്ക് മിനിമൈസ് ചെയ്യാൻ ആവശ്യമുള്ള പ്രൊസീജിയേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുക. അതായത് കമ്പനി ഷാൾ ലേ ഡൗൺ ദ പ്രൊസീജിയേഴ്സ് ടു ഇൻഫോം ബോർഡ് മെമ്പേഴ്സ് അബൌട്ട് ദ റിസ്ക് അസസ്മെൻറ്റ്. റിസ്ക് അസസ്മെൻറ്റുമായി സംബന്ധിച്ച് ബോർഡ് മെമ്പേഴ്സിനെ ഇൻഫോം ചെയ്യുകയും ആൻഡ് മിനിമൈസേഷൻ പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കുകയും ചെയ്യുക. രണ്ടാമത്തത് ബോർഡ് ഷാൾ ബി റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ഫോർ ദ കമ്പനി. കമ്പനിക്ക് വേണ്ട റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനുകൾ അനാലിസിസ് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനും ഫ്രെയിം ചെയ്യുന്നതിനും ബോർഡ് എന്തായിട്ട് മാറും? റെസ്പോൺസിബിളായിട്ട് മാറും. ബോർഡ് ഷാൾ ബി റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ്, ഇംപ്ലിമെൻറ്റിംഗ് ആൻഡ് മോണിറ്ററിംഗ് ദ റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാൻ ഫോർ ദ കമ്പനി. കമ്പനിക്ക് വേണ്ട റിസ്ക് മാനേജ്മെൻറ്റ് പ്ലാനുകൾ അനാലിസിസ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഫ്രെയിം ചെയ്യാനും ബോർഡ് റെസ്പോൺസിബിൾ ആയിരിക്കും. മൂന്നാമത്തേത് കമ്പനി ഷാൾ ആൾസോ കോൺസ്റ്റിറ്റ്യൂട്ട് എ റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി. കമ്പനി എന്ത് ചെയ്യണം? ഒരു റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യണം. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കമ്മിറ്റിയായിട്ട് പറയുന്നത്. കമ്പനിയിൽ ഉണ്ടായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള റിസ്ക്കുകളെ അസസ് ചെയ്യാനും അതിനെ മിനിമൈസ് ചെയ്യാനുള്ള പ്രൊസീജിയറുകൾ നടപ്പിലാക്കുകയും അതിനെ മാനേജ് ചെയ്യാനുള്ളൊരു കമ്മിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു കമ്മിറ്റിയായിട്ട് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് വേരിയസ് ടൈപ്സ് ഓഫ് കമ്മിറ്റികളായിട്ട് പറയുന്നത്. ഒന്ന് CSR കമ്മിറ്റി നമ്മൾ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ് കമ്മിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡിറ്റ് കമ്മിറ്റി പറഞ്ഞു, നോമിനേഷൻ ആൻഡ് റെമ്യൂണറേഷൻ കമ്മിറ്റി പറഞ്ഞു, CSR കമ്മിറ്റി പറഞ്ഞു, സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മൾ പറയുന്നത് സ്റ്റേക്ക് ഹോൾഡർ റിലേഷൻഷിപ്പ് കമ്മിറ്റി പറഞ്ഞു, റിസ്ക് കമ്മിറ്റി പറഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജി കമ്മിറ്റി പറഞ്ഞു, കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി പറഞ്ഞു, റെഗുലേറ്ററി കംപ്ലയൻസ് ആൻഡ് ഗവൺമെൻറ് അഫയേഴ്സ് കമ്മിറ്റി നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് എന്താണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമുക്കറിയുന്ന കാര്യമാണ്. ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. ബോർഡ് മീറ്റിംഗ്സ് ആർ ദ മീറ്റിംഗ്സ് അറ്റ് ദ ഹയസ്റ്റ് ലെവൽ എ മീറ്റിംഗ് വേർ ബോർഡ് മെമ്പേഴ്സ് ഓർ ദെയർ റെപ്രസെൻറ്റേറ്റീവ്സ് ആർ പ്രസൻറ്റ്.
ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള മീറ്റിങ്ങിനെയാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ബോർഡ് മെമ്പേഴ്സോ അല്ലെങ്കിൽ ബോർഡ് മെമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സോ പ്രസൻറ്റ് ചെയ്യുന്ന മീറ്റിങ്ങിനെയാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബോർഡ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മീറ്റിംഗ് ഓഫ് ദ ഹയസ്റ്റ് ലെവൽ മെമ്പേഴ്സ്. ഹയസ്റ്റ് ലെവൽ മെമ്പേഴ്സിൻ്റെ ഒരു മീറ്റിങ്ങിനെയാണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയുക. അതായത് ബോർഡ് മെമ്പേഴ്സോ അതുപോലെ തന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സോ പ്രസൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ്സിനെയാണ് നമ്മൾ ബോർഡ് മീറ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബോർഡ് മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ മിനിമം ഓഫ് 4 ബോർഡ് മീറ്റിംഗ്സ് എന്നുള്ളത് നിർബന്ധമായിട്ട് നടക്കണം. ഒരു വർഷത്തിൽ മിനിമം 4 മീറ്റിംഗ് എങ്കിലും ഒരു ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് മുതൽ മറ്റൊരു മീറ്റിംഗ് തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്നുള്ളത് 2 മീറ്റിങ്ങിൻ്റെ ഇടയിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് 4 മന്ത് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് രണ്ടാമത്തെ മീറ്റിംഗ് 4 മാസത്തിനുള്ളിൽ രണ്ടാമത്തെ മീറ്റിംഗ് എന്നുള്ളത് അവിടെ നടപ്പിലാക്കണം. അതായത് 120 ഡേയ്സ്, അതാണ് 4 മന്ത് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 2 മീറ്റിങ്ങുകൾ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ബോർഡ് മീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൻ്റെ നോട്ടീസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് എന്താണ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ടീസ് ഓഫ് ബോർഡ് മീറ്റിംഗ് റെഫേഴ്സ് ടു എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഈസ് സെൻഡ് ടു ആൾ ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ എല്ലാ ഡയറക്ടേഴ്സിനും കമ്പനിയിൽ ബോർഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നോട്ടീസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദിസ് ഡോക്യുമെൻറ്റ് ഇൻഫോംസ് ദ മെമ്പേഴ്സ് അബൌട്ട് ദ വെന്യൂ. അതിൽ എന്തുണ്ടെങ്കിൽ എവിടെയാണ് മീറ്റിംഗ് നടക്കുന്നത്, അതിൻ്റെ ഡേറ്റ്, ടൈം ആൻഡ് അജണ്ട. എവിടെയാണ് മീറ്റിംഗ് നടപ്പിലാക്കുന്നത്, അതിൻ്റെ സമയം, അതുപോലെ തന്നെ പ്ലേസ്, ടൈം, അജണ്ട എന്നിവ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. ദ ആക്ട് റിക്വയർസ് ദാറ്റ് നോട്ട് ലെസ് ദാൻ 7 days നോട്ടീസ് ഈസ് റൈറ്റിംഗ് ഷാൾ ബി ഗിവൻ ടു എവറി ഡയറക്ടർ അറ്റ് ദ രജിസ്റ്റേർഡ് അഡ്രസ് ആസ് അവൈലബിൾ വിത്ത് ദ കമ്പനി. കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് മീറ്റിംഗ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ, എന്നാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഒരാഴ്ച മുന്നേ 7 days മുന്നേ നോട്ടീസ് അവരുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ നോട്ടീസ് ക്യാൻ ബി ഗിവൻ ബൈ ഹാൻഡ് ഡെലിവറി ഓർ ബൈ പോസ്റ്റ് ഓർ ബൈ ഇലക്ട്രോണിക് മീൻസ്. അതായത് എങ്ങനെയൊക്കെ ആകാം? നോട്ടീസ് കയ്യിൽ കൊടുക്കുകയോ അതല്ലെങ്കിൽ പോസ്റ്റലായിട്ട് പ്രൊവൈഡ് ചെയ്യുകയോ ഇൻ്റർനെറ്റോ ഇമെയിൽ വഴിയോ സെൻഡ് ചെയ്യുകയോ ചെയ്യാം. എങ്ങനെയായാലും വിരോധമില്ല. പക്ഷേ എന്തായിരിക്കണം? ഒരാഴ്ച മുന്നേ എവിടെയാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ വെന്യൂ, പ്ലേസ്, ഡേറ്റ്, ടൈം, അജണ്ട, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ബോർഡ് മീറ്റിങ്ങിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം, നോട്ടീസിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ക്വാറം ഫോർ ദ ബോർഡ് മീറ്റിംഗ്. ക്വാറം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാറം മീൻസ് മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് ടു കണ്ടക്ട് എ വാലിഡ് ബോർഡ് മീറ്റിംഗ്. ഒരു വാലിഡ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെയാണ് അതിൻ്റെ ക്വാറം എന്ന് പറയുന്നത്. സെക്ഷൻ 174 പ്രകാരം മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ ബോർഡ് റിക്വയർഡ് ഫോർ എ മീറ്റിംഗ് ഈസ് 1/3 ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 വിഭാഗമായിരിക്കണം അതിൻ്റെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ക്വാറം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ 15 പേരുണ്ടെങ്കിൽ 15ൻ്റെ 1/3 ആയിട്ടുള്ള 5 പേരെങ്കിലും ക്വാറമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇനി 1 person കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? സെക്ഷൻ 174 എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നില്ല. ഈ 174 ഇത് പറഞ്ഞിരിക്കുന്നത്. അറ്റ് എനി റേറ്റ് മിനിമം ഓഫ് 2 ഡയറക്ടേഴ്സ് മസ്റ്റ് ബി പ്രസൻറ്റ്. 2 ഡയറക്ടേഴ്സ് നിർബന്ധമായിട്ടും പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിലെ പാർട്ടിസിപ്പേഷനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. അത് പറഞ്ഞാൽ എന്താണ്? ആൾ ഡയറക്ടേഴ്സ് ആർ എൻകറേജ്ഡ് ടു ആക്റ്റീവ്ലി അറ്റൻഡ് ദ ബോർഡ് മീറ്റിംഗ്സ്. ദിസ് ഈസ് സോ ദാറ്റ് ആൾ ഡയറക്ടേഴ്സ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. എല്ലാ ഡയറക്ടേഴ്സും ആക്റ്റീവായിട്ട് ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പാർട്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണിത്. സോ ഡയറക്ടേഴ്സ് മേ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ് ഐദർ ഇൻ പേഴ്സൺ ഓർ ത്രൂ വീഡിയോ കോൺഫറൻസിങ് ഓർ അതർ ഓഡിയോ വിഷ്വൽ മീൻസ്. നേരിട്ടോ വീഡിയോ കോൺഫറൻസിങ് വഴിയോ അല്ലെങ്കിൽ ഓഡിയോ വിഷ്വൽ മീൻസ് വഴിയോ ഇവർക്ക് എന്ത് ചെയ്യാം? ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നെക്സ്റ്റ്, മിനുട്ട്സ് ഓഫ് ദ മീറ്റിംഗ്. മിനുട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊസീഡിങ്സ് ഓഫ് ദ മീറ്റിംഗ് ഷുഡ് ബി പ്രോപ്പർലി റെക്കോർഡഡ് ഇൻ ദ മിനിറ്റ്സ് ബുക്ക്. മീറ്റിംഗ്സിൻ്റെ പ്രൊസീഡിങ്സ് എന്നുള്ളത് പ്രോപ്പറായിട്ട് എന്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും? മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ ഓൺ ഈച്ച് അജണ്ട ഐറ്റം ചെയർപേഴ്സൺ ഓഫ് ദ മീറ്റിംഗ് ഷാൾ അനൗൺസ് ദ സമ്മറി ഓഫ് ദ ഡിസിഷൻ. ഡിസിഷൻ്റെ സമ്മറി എന്നുള്ളത് ചെയർപേഴ്സൺ വായിക്കുകയും ടേക്കൻ ഓൺ സച്ച് ഐറ്റം അലോങ് വിത്ത് നെയിംസ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ പേരും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇഫ് എനി ഡിസെൻഡഡ് ഫോർ ദ ഡിസിഷൻ ടേക്കൻ ബൈ മെജോറിറ്റി ദ മിനിറ്റ്സ് ഷാൾ ഡിസ്ക്ലോസ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഡയറക്ടേഴ്സ് who attended the meeting through video conferencing or other audio visual means. മിനിറ്റ്സിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും? ആരൊക്കെയാണ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്, അത് നേരിട്ട് പങ്കെടുത്തവരും വീഡിയോ കോൺഫറൻസിംഗ് വഴി പങ്കെടുത്തവരും ഓഡിയോ വിഷ്വൽ മീൻസ് വഴി പങ്കെടുത്തവരും മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസ്കഷൻ ഐറ്റംസ് ആയിട്ടുള്ള അജണ്ടയെ പറ്റിയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ബുക്സ് തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇത് ചെയർപേഴ്സണാണ് ഈ മീറ്റിങ്ങിൻ്റെ ഈ സമ്മറി ബുക്സ് എന്നുള്ളത് അനൗൺസ് ചെയ്യുക. ഇത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി കമ്പനി സെക്രട്ടറി അത് സൂക്ഷിച്ചു വയ്ക്കുകയും വേണം.
The draft minutes of the meeting shall be circulated among all the directors within 15 days of the meeting. മീറ്റിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ഈ ഡ്രാഫ്റ്റ് മിനിറ്റ്സ് എന്നുള്ളത് മീറ്റിങ്ങിൻ്റെ ഡ്രാഫ്റ്റ് മിനിറ്റ്സ് എല്ലാ മെമ്പേഴ്സിനും അല്ലെങ്കിൽ എല്ലാ ഡയറക്ടേഴ്സിനും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഐദർ ഇൻ റൈറ്റിംഗ് ഓർ ഇലക്ട്രോണിക് മോഡ് ആസ് മേ ബി ഡിസൈഡഡ് ബൈ ദ ബോർഡ്. നേരിട്ട് എഴുതിയും കൊണ്ടാകാം അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡ് മുഖേനയോ 15 ദിവസത്തിനുള്ളിൽ മീറ്റിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ എല്ലാ ഡയറക്ടേഴ്സിനും ഇത് പാസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബോർഡ് മീറ്റിംഗ്സ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നോട്ടീസ്, പിന്നെ ഒന്ന് ക്വാറം, പിന്നെ പാർട്ടിസിപ്പേഷൻ, പിന്നെ ഒന്ന് മിനിറ്റ്. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സിന് സെൻഡ് ചെയ്യുന്ന റിട്ടൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റിനെയാണ് നോട്ടീസ് എന്ന് പറയുന്നത്. എന്നാണ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ വെന്യൂ, പ്ലേസ്, ടൈം, ഡേറ്റ്, അജണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയുള്ള ഒരു ഡോക്യുമെൻ്റാണിത്. മീറ്റിംഗ് ആരംഭിക്കുന്നതിന് ഒരാഴ്ച മുന്നേ, അതായത് 7 ഡേയ്സ് മുന്നേ നോട്ടീസ് എന്നുള്ളത് നൽകിയിട്ടുണ്ടായിരിക്കണം. നോട്ടീസ് എങ്ങനെയൊക്കെ നൽകാം? ഹാൻഡ് ബൈ ഡെലിവറി ആകാം, പോസ്റ്റൽ മുഖാന്തരമാകാം, ഇലക്ട്രോണിക് മീൻസ് മുഖാന്തരം ആകാം. ഇതിനടുത്ത് ക്വാറം എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ടു ബി നീഡഡ് ഫോർ കണ്ടക്ടിങ് എ മീറ്റിംഗ്. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമുള്ള മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ എണ്ണത്തിനെയാണ് ക്വാറം എന്ന് പറയാം. ക്വാറം എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ 1/3 ആണ് ക്വാറം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. 1/3 വിഭാഗമാണ് ക്വാറം എന്ന് പറയുന്നത്. ഇനി 2 ഡയറക്ടേഴ്സെങ്കിലും നിർബന്ധമായിട്ട് അതിലുണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ 1% കമ്പനിക്ക് സെക്ഷൻ 174 എന്നുള്ളത് അപ്ലിക്കബിൾ അല്ല. പിന്നെ ബോർഡ് മീറ്റിങ്ങിൽ എല്ലാ ഡയറക്ടേഴ്സും അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തണം. ഡിസിഷൻ മേക്കിങ്ങിൽ ആക്റ്റീവായിട്ട് അവർ ഇൻവോൾവ് ചെയ്യണം. അത് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാകാം, പേഴ്സൺ മുഖേനയാകാം, ഓഡിയോ വിഷ്വൽ മീൻസ് മുഖേനയാകാം. മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ്, അതുപോലെ തന്നെ അറ്റൻഡൻസ് ത്രൂ വീഡിയോ കോൺഫറൻസിംഗ് ഓർ ഓഡിയോ വിഷ്വൽ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള അറ്റൻഡൻസ്, അതുപോലെ തന്നെ ഡിസിഷൻസ് റിഗാർഡിംഗ് ദ മീറ്റിംഗ്, അതുപോലെ തന്നെ സ്പെഷ്യൽ മാറ്റേഴ്സ് ഇഫ് എനി, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അജണ്ട, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു റെക്കോർഡഡ് ബുക്സ് സൂക്ഷിക്കണം. ഈ ബുക്സ് എന്നുള്ളത് അനൗൺസ് ചെയ്യുന്ന സമ്മറി ഓഫ് ദ മീറ്റിംഗ്സ് അനൗൺസ് ചെയ്യുന്നത് ചെയർപേഴ്സൺ ആയിരിക്കും. ഇത് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി കമ്പനി സെക്രട്ടറി റെക്കോർഡുകളായിട്ട് സൂക്ഷിക്കുകയും അത് മീറ്റിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ കോപ്പി റിട്ടൺ ആയിട്ടോ ഇലക്ട്രോണിക് മീൻസ് ആയിട്ടോ ഡയറക്ടേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. ഇനി ഒരു ചെറിയ ഭാഗം കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. റിക്വയർമെൻറ്റ്സ് ഫോർ കണ്ടക്ടിങ് എ വാലിഡ് ബോർഡ് മീറ്റിംഗ്. ഒരു വാലിഡ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ ആവശ്യമുള്ള റിക്വയർമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്. ഫസ്റ്റ് വൺ പറയുന്നത് റൈറ്റ് കൺവീനിങ് അതോറിറ്റി. റൈറ്റ് കൺവീനിങ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോർഡ് മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് അണ്ടർ ദ ഡയറക്ഷൻ ഓഫ് എ പ്രോപ്പർ അതോറിറ്റി. ഒരു പ്രോപ്പർ അതോറിറ്റിയുടെ നേതൃത്വത്തിലായിരിക്കണം ബോർഡ് മീറ്റിംഗ് എന്നുള്ളത് കണ്ടക്ട് ചെയ്യേണ്ടത്. യൂഷ്വലി കമ്പനി സെക്രട്ടറി ഈസ് ടു ഓതറൈസ് ദ ബോർഡ് മീറ്റിംഗ്. പ്രധാനമായിട്ടും ആരായിരിക്കും? കമ്പനി സെക്രട്ടറിക്കാണ് ഓതറൈസ് ചെയ്യാനുള്ള അധികാരമുള്ളത്. In the case company secretary is unavailable, the predetermined authorized person shall act as the authority to conduct the board meeting. കമ്പനി സെക്രട്ടറി അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിൽ പ്രീ ഡിറ്റർമിൻഡ് ഓതറൈസ്ഡ് പേഴ്സൺ ആയിരിക്കും അവിടെ ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ അധികാരം ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് അഡിക്വേറ്റ് കോറം. അഡിക്വേറ്റ് കോറം എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോപ്പർ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കോറം ഓർ ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ് ടു കണ്ടക്ട് എ ബോർഡ് മീറ്റിംഗ് മസ്റ്റ് ബി പ്രസൻറ്റ് ഫോർ ഇറ്റ് ടു ബി കൺസിഡേർഡ് എ വാലിഡ് ബോർഡ് മീറ്റിംഗ്. ഒരു വാലിഡ് ബോർഡ് മീറ്റിംഗ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും പ്രോപ്പർ നമ്പർ ഓഫ് കോറം എന്നുള്ളത് അവിടെ ഉണ്ടായിരിക്കണം. കോറം എന്ന് പറഞ്ഞാൽ 1/3 വിഭാഗമെങ്കിലും ഉണ്ടായിരിക്കണം എന്നർത്ഥം. 1/3 ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ? ബോർഡ് മീറ്റിംഗ് സക്സസ് ആയി മാറുന്നുള്ളൂ. അതുപോലെ ഏതൊരു മീറ്റിംഗ് ആയിക്കോട്ടെ അവിടെ ടോട്ടൽ എണ്ണത്തിൻ്റെ 1/3 ഉണ്ടാകുമ്പോഴാണ് കോറം കംപ്ലീറ്റ് ആയിട്ട് മാറുള്ളൂ. 1/3 ഇല്ലാതെ ഒരിക്കലും മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ കഴിയില്ല എന്നർത്ഥം. 15 പേരുള്ളതാണെങ്കിൽ 15ൽ 1/3 ആയിട്ടുള്ള 5 പേരെങ്കിലും ഉണ്ടായിരിക്കണം, പ്രസൻറ്റ് ആയിരിക്കണം എന്നർത്ഥം. ഇനി പ്രോപ്പർ നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ നോട്ടീസ് ഈസ് വൺ ഓഫ് ദ മേജർ റിക്വയർമെൻറ്റ്സ് ടു ബി ഫുൾഫിൽഡ് വെൻ പ്ലാനിങ് എ ബോർഡ് മീറ്റിംഗ്. ഒരു ബോർഡ് മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒന്നാണ് പ്രോപ്പറായിട്ട് നോട്ടീസ് അല്ലെങ്കിൽ മുൻകൂറായിട്ട് നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഫോർമൽ നോട്ടീസ് ഹാസ് ടു ബി സെർവ്ഡ് ടു ആൾ മെമ്പേഴ്സ് ബിഫോർ കണ്ടക്ടിങ് എ ബോർഡ് മീറ്റിംഗ്. ഒരു ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഒരു ഫോർമൽ ആയിട്ടുള്ള ലെറ്റർ നോട്ടീസ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പ്രോപ്പർ പ്രിസൈഡിങ് ഓഫീസർ. എന്താണ് പ്രോപ്പർ പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറഞ്ഞാൽ? മീറ്റിംഗ് മസ്റ്റ് ആൾവേസ് ബി കണ്ടക്റ്റഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ചെയർമാൻ ഓഫ് ദ ബോർഡ്. ബോർഡിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള പ്രസൻസ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അതിൻ്റെ ചെയർമാൻ ആയിരിക്കും. അപ്പോൾ ചെയർമാൻ്റെ സാന്നിധ്യത്തിലായിരിക്കും, ചെയർമാനായിരിക്കും അവിടെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് ഉണ്ടാവുക. അപ്പോൾ ചെയർമാനായിട്ടുള്ള വ്യക്തിയുടെ സാന്നിധ്യത്തിലായിരിക്കും മീറ്റിംഗ് എന്നുള്ളത് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് പ്രോപ്പർ അജണ്ട. പ്രോപ്പർ അജണ്ട എന്ന് പറഞ്ഞാൽ എവറി ബോർഡ് മീറ്റിംഗ് ഹാസ് സെറ്റ് അജണ്ട ദാറ്റ് മസ്റ്റ് ബി ഫോളോഡ്. ഏതൊരു ബോർഡ് മീറ്റിങ്ങിലും എന്തുണ്ടായിരിക്കണം? ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ട ഉണ്ടായിരിക്കും. അജണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അജണ്ട മീൻസ് ദ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഓഫ് ദ ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ടോപ്പിക്സിനെയാണ് നമ്മൾ അജണ്ട എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്ത് കാര്യമാണോ ബോർഡ് മീറ്റിങ്ങിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തിനെ ഒരു ഏകദേശ രൂപരേഖയാണ് നമ്മൾ അജണ്ട എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നോ അതർ ബിസിനസ് വിച്ച് ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ അജണ്ട മസ്റ്റ് ബി കൺസിഡേർഡ്. അതായത്
അജണ്ടയിൽ പറയാത്ത കാര്യങ്ങളൊന്നും ആ പർട്ടിക്കുലർ മീറ്റിങ്ങിൽ ഒരിക്കലും കണ്ടക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇത്രയാണ് ഒരു വാലിഡ് ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ട അത്യാവശ്യമുള്ള റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. കൺവീനിങ് അതോറിറ്റി ഉണ്ടായിരിക്കണം, അതിനാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുക. അഡിക്വേറ്റ് കോറം ഉണ്ടായിരിക്കണം, പ്രോപ്പർ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യണം, പ്രിസൈഡിങ് ഓഫീസറല്ല ചെയർമാൻ ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ പ്രോപ്പർ അജണ്ടയും എന്തിലുണ്ടായിരിക്കണം, മീറ്റിങ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, കുറച്ച് വലിയൊരു വീഡിയോ ആണ്. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി എന്താണെന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് കമ്മിറ്റി എന്താണെന്ന് പറഞ്ഞു, സയൻസ് ടെക്നോളജി ആൻഡ് സസ്റ്റൈനബിലിറ്റി കമ്മിറ്റി പറഞ്ഞു, റെഗുലേറ്ററി കംപ്ലയൻസ് ആൻഡ് ഗവൺമെൻറ് അഫയേഴ്സ് കമ്മിറ്റി പറഞ്ഞു, റിസ്ക് കമ്മിറ്റി പറഞ്ഞു, പിന്നെ ബോർഡ് മീറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, ബോർഡ് മീറ്റിങ്ങിൻ്റെ അത്യാവശ്യമുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞു, അതായത് നമ്പർ, നോട്ടീസ്, ക്വാറം, പാർട്ടിസിപ്പേഷൻ, മിനുട്ട്, പിന്നെ അതുപോലെ തന്നെ വാലിഡ് ബോർഡ് മീറ്റിങ്ങിന് വേണ്ട റിക്വയർമെൻറ്റുകൾ അതെന്തൊക്കെയാണ്, റൈറ്റ് കൺവീനിങ് അതോറിറ്റി വേണം, അഡിക്വേറ്റ് കോറം വേണം, പ്രോപ്പർ നോട്ടീസ് വേണം, പ്രോപ്പർ പ്രിസൈഡിങ് ഓഫീസർ വേണം, പ്രോപ്പർ അജണ്ടയും ആവശ്യമാണ്. ഇത്രയും ഭാഗം ഇതിൻ്റെ വീഡിയോ എല്ലാവരും ത്രൂ ഔട്ട് കാണുക. ഓക്കെ, താങ്ക് യു.